പുള്ളിക്കാരൻ കണ്ടത് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ന് പറഞ്ഞ ആളാണ്. ഇത്ര പേര് ഭഗവാനാണ്. ഇത്ര വയസ്സ് എൻ്റെ കുട്ടികളാണ്. നമുക്ക് आरुष क्या नाम क्या है? नाम क्या है? अंशु। अंशु बहुत आधा करते हैं कितने होगा? आप केरला से हो? कोचिंग घूम के आओ। अंदर चलते हैं, अंदर चलो। हाँ ओके। बारिश आ रहा है अंदर। അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ. ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഒന്നും നടക്കാത്തവരുണ്ടാവും അല്ലേ. കുട്ടിയൊക്കെ ദാബോക്കെ പാട്ടാണ്. അപ്പോൾ ബായിൻ്റെ ഒരഭിപ്രായം നമ്മളെ കേരളത്തിലെ ആൾക്കാരെ കുറിച്ചുള്ള രാജസ്ഥാനിലെ ഒരാളോട്ട് അമ്മോട് പറഞ്ഞത് your Instagram ID. Okay. അപ്പോൾ ഗൈസ് ഞങ്ങൾ വരുന്ന ബൈക്കിൽ ഞങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. പിന്നെ ഉഷായൊക്കെ ജസ്റ്റ് കണ്ടു. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ള മനസ്സിലായി. ഇത് പുള്ളിക്കാരൻ്റെ ഫാമിലിയും കൂടിയിട്ടാണ്. 2 മക്കളും വൈഫും നമുക്ക് ചായ വാങ്ങി തരാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഈ സ്പോണൊക്കെ കുറച്ചൊരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് കണ്ടതാണ്. ഞങ്ങൾ വിളിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഒരു കടയിൽ കൊണ്ടുവന്ന് ചായയൊക്കെ വാങ്ങി തന്നിട്ട് ചായയും ബിസ്ക്കറ്റൊക്കെ വാങ്ങി തന്നിട്ടോ. ഇതാണ് പറഞ്ഞ ഗൈസ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പല പ്രശ്നങ്ങൾ കാരണം യാത്രയെ ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലേ അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ കേട്ടോ അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ചായയൊക്കെ വാങ്ങി തരും. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്നേഹമുള്ള ആൾക്കാർ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. ഞാൻ ഇപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലാണ്, സോറി രാജസ്ഥാനിലിട്ടോ. രാജസ്ഥാൻ നമ്മൾ ജയ്പൂർ പോണ വഴിയിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ നല്ല അടിപൊളി ആൾക്കാരാട്ടോ എല്ലാവരും. രക്ഷില്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചിട്ട് മൂപ്പര് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും കേട്ടോ. വീട്ടിൽ നിന്ന് ചായ കുടിച്ച്, അതായത് അത് നാസ്ത കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ച് കൊണ്ടുപോവാണ്. എന്തല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ വളർച്ചാണ്. നമ്മൾ സത്യം പറയാൻ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഓരോരോ നാട്ടിലുള്ള ഓരോരോ സ്ഥലങ്ങളിലുള്ള ഓരോ ആളുകളുടെ ഓരോരോ രീതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഓരോ യാത്ര കൊണ്ടുള്ള ഓരോ ഉപകാരങ്ങൾ. ഇതാണ് ഓരോ നാട്ടിലെയും ഓരോ ആളുകളെയും കൾച്ചേഴ്സ് അവരുടേതായ രീതികൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ നമ്മൾ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് यूट्यूब चैनल है क्या? हाँ यूट्यूब है, इंस्टाग्राम में सेम नेम है। हाँ केरला से। नाम क्या भैया? हाँ केरला से। हाँ 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 ट्रैवलिंग ഗൈസ് അങ്ങനെ നമ്മൾ ബായി ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വീട് കുറച്ച് അവിടെ കേട്ടോ. അപ്പോൾ വണ്ടിയുടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആക്കി കേട്ടോ നിങ്ങൾ ഈ കാണുന്നുണ്ടോ. ഡ്രൈവർ കിങ് 3150 മൂപ്പരിങ്ങനെ
നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ, ഇന്നത്തെ ദിവസം തപ്പി നോക്കിയേ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിനി ഭക്ഷണം കഴിക്കണം, എന്നിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ഒരു ബാർബർ ഷോപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ഈ ഒരു ബാർബർ ഷോപ്പ് നോക്കിയേ. എന്തായാലും ഒരു ഗ്രാമീണ പ്രദേശത്തെ ബാർബർ ഷോപ്പാണ്. അതുണ്ടോ, നമ്മളെ നാട്ടിലെ ബാർബർ ഷോപ്പിൽ AC വരെ വന്നു തുടങ്ങി. ഇവിടെ കണ്ടോ ഷീറ്റും ഇതുണ്ടോ, ഒരു ചെറിയ കഷ്ണം ഗ്ലാസും എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് ഉണ്ടോ കസാലൊക്കെ നോക്കിയേ. ഇത് ഈ കാണാൻ 2 ചേട്ടന്മാരോട്ടോ ഇവിടെ ജോലി ചെയ്യണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയായിട്ട് ഇവിടുത്തെ രാജസ്ഥാനിലെ ബാർബർ ഷോപ്പിൻ്റെ അവസ്ഥ. നമ്മളെ നാട്ടിൽ പറയുമ്പോൾ അത്ര പൈസ ഒന്നുമില്ല കേട്ടോ. ഇവിടെ റേറ്റ് കുറവാണ്. 40 റുപ്യൊക്കെ താടിയൊക്കെ മുടിയൊക്കെ 50 റുപ്യ അങ്ങനെയൊക്കെ ഉള്ളൂ. അതിൽ റേറ്റ് കുറവാണ്, വൃത്തി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇവിടേക്ക് ഈ സെറ്റപ്പ് നോക്കിയല്ലേ. നമ്മളെ നാട്ടിലൊക്കെ എന്താ സെറ്റപ്പ് വെച്ചിട്ടാ. ഇവിടെയൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മളീ സ്ഥലത്തൊക്കെ ബാർബർ ഷോപ്പൊക്കെ. ഇതായിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് നമ്മൾ വണ്ടിയിൽ അവിടെ നിർത്തിയിട്ടുണ്ട്. ബയ്യയുടെ വീടാട്ടോ, ഒരു ഒറ്റ മുറി വീടാണ് നിങ്ങൾ ഈ കാണുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കിയതുണ്ടോ, ഇതാണ് ഒറ്റ മുറി. ഇതേ ഉള്ളൂ കേട്ടോ. ഇതേ ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇതേ ഒരു കട്ടിലായി കയറ്റി വെച്ചിട്ടുണ്ട്. എന്താ ആകെ ഒറ്റ മുറി വീട്ടിലാണ് ഒരു താമസിക്കുന്നത്. ആലോചിച്ച് നോക്കിയില്ലേ, അടക്കി അവിടെ ഒരു മൂലയ്ക്കും ചെറിയ ഗ്യാസ് സ്റ്റവും. ഇത് ഇവിടെ ഒരു അലമാര, 2 കട്ടിൽ. ഈ ഒരു കട്ടിൽ പൊന്തിച്ച് വെച്ചാൽ കേട്ടോ. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയത്. അവിടെ ഒരു കൂളർ വെച്ചിട്ടൊക്കെ കൊണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടെ ഒരു വീട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ മത്സരമാണ്. ഒരാൾ വലിയ വീട് ഉണ്ടാക്കി അപ്പുറത്ത് അതിനെക്കാട്ടി വലിയ വീട്. എന്തായാലും കാലം പോയി നോക്കും. സത്യം പറയാനുള്ള ഇവിടെയൊക്കെ വന്ന് പഠിക്കണം കേട്ടോ. ശരിക്കും ഇതൊക്കെ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളാണ്. എന്തായാലും സത്യം നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോട്ടെ. ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ചെറിയ വീട്, ഒരു മുറി, ഒറ്റ മുറിയേ ഉള്ളൂ കേട്ടോ. സമ്മതിക്കണം കേട്ടോ അവരെയൊക്കെ. നമ്മളൊക്കെ അതൊക്കെ കണ്ട് പഠിക്കേണ്ടതാ. അതെ അങ്ങനോട് അവരോട് നമ്മൾ യാത്ര വന്ന് പോവാട്ടാ. തിങ്ങി പാർക്കുന്ന വീടുകൾ എത്ര പൂരം നോക്കിയാ. ഒരു പഴയ ബിൽഡിംഗ് ആണ് നിങ്ങളാ കാണുന്നത്. എത്രയോ പഴക്കമുള്ള ബിൽഡിംഗ് തന്നെ അവർ വരണുണ്ടോ മലഞ്ചെരുവിൽ. ഇതിപ്പോ എണ്ണാൻ പറ്റത്. മലഞ്ചെരുവിലാണ് ഈ ഗ്രാമമുള്ളത്. सर यहाँ से केरला दिखता है, ऊपर से वो कैमरा से केरला दिखता है. यहाँ से दिल्ली कैमरा, यहाँ दिल्ली, बम्बई, चेन्नई, यहाँ से ये वो टीवी का टावर है ना, वो है ये. तो आपका अभी इधर केस का രാജസ്ഥാനിൽ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പൂണ്ടി അങ്ങനെ പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ പൊന്നു കഴിച്ച് ഇത് നോക്കിയേ. തിങ്ങി പാർക്കുന്ന എത്ര പോലെ വീടുകളാണ്. എണ്ണ തീരില്ല കേട്ടോ. അവിടെ നോക്കിയേ, എൻ്റെ പുറത്തുനിന്ന് 2 മലയുടെ ഇടയിലാട്ടോ ഈ ഒരു ഗ്രാമം. അങ്ങനെ തന്നെ അവിടെ ഒരു അത്യാവശ്യം ഫേമസ് ആയൊരു മന്ദിരമുണ്ട്. പഴയ മന്ദിരാട്ടോ, മണ്ണിൻ്റെ ഹെറ പോലത്തെ മന്ദിരം ഉണ്ടോ. രാത്രി അടിപൊളിയാന്ന് പറഞ്ഞു. ഫുൾ ലൈറ്റുകളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അങ്ങനെയൊക്കെ എന്താ പല നിറത്തിലുണ്ടോ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ വീടിൻ്റെ മേലെ കൂടി ഇങ്ങനെ നടക്കട്ടോ. അതിമക്ക് കാലൊക്കെ അയിമന്ന് കാലൊക്കെ ഇങ്ങനെ നടക്കും സത്യം പറഞ്ഞാൽ. അത്രയും തിങ്ങി പാർക്കണ ഒരു ഗ്രാമമാണിത്. എൻ്റെ മോനെ രക്ഷയില്ല. ഏതിങ്ങനെ ഈ ബയ്യേനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊടുന്ന കേട്ടോ. അതൊക്കെ അവിടുന്ന് അങ്ങനെ ഫുള്ള് രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോൾ അരിവ് ഒഴുകൂലേ, ഒരു പുഴ ഒഴുകി അങ്ങനെ ഉണ്ടാവും അതേപോലെ കേട്ടോ. ഇതിങ്ങനെ നീള കിടക്കല് അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കണ്ട ഒരു ബായി കേട്ടോ. നമ്മളെ ട്രക്ക് ഡ്രൈവറാണ്. നമ്മളെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് നമുക്കിന്ന് ഭക്ഷണം രാവിലെ ചായ വാങ്ങി തന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം തന്നു. എന്തായാലും അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നാൽ കേട്ടോ. അപ്പോൾ എന്തായാലേ ഇങ്ങനെ സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സത്യം പറയാമല്ലോ. അത് യാത്രയിലൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. ഇത്രയും നേരം നമ്മളെ ഈ സ്ഥലങ്ങൾ കാണിക്കാനും അതുപോലെ ഭക്ഷണം തന്നതൊക്കെ ഇന്നവിടെ നിന്ന് സ്റ്റേ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടോ. ഇന്ന് നാളെ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക്
ഒന്നും സമയമില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ പോവാണ്. ഭായിയോട് യാത്ര പറയട്ടെ. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ രാം രാം സാബ്. ഓക്കെ ജയ് കൃഷ്ണ. ഓക്കെ. അപ്പോൾ ഗൈസ്